ഗൈസ്, അപ്പോൾ ജൂലൈ 30 നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ റിലീസ് ആവുകയാണ്. ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളും കാണാൻ പ്ലാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ച് സിനിമകളും സീരീസുകളും കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കാണാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഫസ്റ്റ് മൂവി ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ ആണ്. അതിൻ്റെ അകത്താണ് ആദ്യമായിട്ട് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ MCUലോട്ട് വരുന്നത്. സെക്കൻഡ് നിങ്ങൾ സ്പൈഡർമാൻ ഹോം കമ്മിങ് കാണുക. ഇപ്പോൾ ആദ്യത്തെ സിവിൽ വാറിൻ്റെ അകത്താണെങ്കിൽ സ്പൈഡർമാൻ ഹോൾ അവഞ്ചേഴ്സുമായിട്ടാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് സോളോ മൂവിയാണ് ആദ്യമായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് പ്ലസ് വൾച്ചറൊക്കെ ആയിട്ട് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തേർഡ് മൂവി ഇൻഫിനിറ്റി വാർ. അതിൻ്റെ അകത്ത് നമുക്ക് സ്പൈഡർമാൻ്റെ ഒരു പുതിയ സ്യൂട്ടൊക്കെ കാണാൻ പറ്റും. സ്പേസിലോട്ട് പോകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുരുക്കി പറഞ്ഞാൽ അവസാനം ആകുമ്പോൾ സ്പൈഡർമാൻ ചാവും. ഫോർത്ത് മൂവി എൻഡ് ഗെയിമാണ്. അതിലിപ്പോൾ ചത്തുപോയ സ്പൈഡർമാൻ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പക്ഷേ വളരെ വിഷമിപ്പിക്കുന്ന ഒരു മാർവൽ ഫാനായിട്ടുള്ള ഒരാൾക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ക്ലൈമാക്സ്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു. ഫിഫ്ത്ത് മൂവി സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. അതിൽ എൻഡ് ഗെയിമിലുണ്ടായ സിറ്റുവേഷൻസൊക്കെ കഴിഞ്ഞിട്ട് സ്പൈഡർമാൻ മൂവ് ഓൺ ചെയ്യുന്നു, അതും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതാണ് സ്പൈഡർമാൻ്റെ ലൈഫ്, അതുവരെയുള്ള ലൈഫ് മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന സംഭവം. സിക്സ് മൂവി സ്പൈഡർമാൻ നോ വേ ഹോം ആണ്. ഫാർ ഫ്രം ഹോമിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നടക്കുന്ന സംഭവം റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. നിങ്ങൾക്ക് പഴയ രണ്ട് സ്പൈഡർമാൻ MCUക്കകത്തുള്ളതല്ല, പഴയ രണ്ട് സ്പൈഡർമാനെയും അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു ഏർലി 2000s അല്ലെങ്കിൽ 90s കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഗൂസ് ബംസ് കിട്ടാൻ പറ്റിയ സിനിമയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ഡെയർ ഡെവിൾ സീസൺ 1 ആൻഡ് സീസൺ 2 കാണുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഹാൻഡിനെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്താണ് ഹാൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലാവും. ഡെയർ ഡെവിളിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, സ്പോയിൽ ചെയ്യുന്നില്ല. ആ സീസൺ 1 and 2 നിങ്ങളിരുന്ന് കാണുക. നെക്സ്റ്റ് നിങ്ങൾ കാണേണ്ടത് ഡിഫൻഡേഴ്സാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡെയർ ഡെവിളും കുറച്ച് ആൾക്കാർ ചേർന്നിട്ടുള്ളൊരു ടീമാണ് ഈ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു മാർവലിൻ്റെ സ്ട്രീറ്റ് ലെവൽ സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറയും. ലാസ്റ്റ് നിങ്ങൾ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ കാണുക. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ ഡെയർ ഡെവിളിൻ്റെ സിറ്റുവേഷൻ എന്താണ്, പുള്ളി എവിടെയാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും നമ്മുടെ പുതിയ ബ്രാൻഡ് ന്യൂ ഡേ കാണാനായിട്ട്. അല്ല എന്നുള്ളവർക്കും ഡയറക്റ്റ് പോയി എൻജോയ് ചെയ്യാം. അപ്പോൾ ജൂലൈ 30 ഞാൻ എന്തായാലും സിനിമ കാണുന്നുണ്ട്, നിങ്ങളും പോയി കാണുക, പറ്റുന്നവരൊക്കെ കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ടിക്കറ്റ്സ് ഇപ്പോൾ കിട്ടാൻ പാടാണെന്ന് എനിക്കറിയാം. മാക്സിമം നേരത്തെ തന്നെ പോയി കാണുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വന്നിട്ട് പല സ്പോയിലേഴ്സും ഇറങ്ങും. അതുകൊണ്ട് മാക്സിമം നേരത്തെ പോയി കാണാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും സിനിമ കാണുക. ഓക്കെ, ബൈ.